ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് മഞ്ഞ നാരങ്ങ അച്ചാറിട്ടാലോ. ചെറുനാരങ്ങ എണ്ണയിൽ വരട്ടി അത് 4ആയിട്ടോ 8ആയിട്ടോ മുറിച്ചാണ് വെച്ചിരിക്കുന്നത്. അതിലൂടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതോടി വെച്ചിട്ടുണ്ട്. വേണ്ട പൊടികളുണ്ട്: ഉലുവാപ്പൊടിയും, കായപ്പൊടിയും, ഉപ്പുപൊടിയും, ഉലുവയും, കടുകുമാണ്. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ പുറകെ തന്നെ നമുക്ക് ഉലുവയും ചേർത്ത് കൊടുക്കാം. അപ്പം കടുകും ഉലുവയും നന്നായി വറുത്ത് പൊട്ടട്ടെ. നന്നായി പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞാണ് അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറണം, അതിൻ്റെ വെള്ളം വറ്റണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തു. അതിൻ്റെ പുറകെ കായമാണ്. കായം 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് ആവശ്യമുള്ള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പൊടികളുടെ ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വിനാഗിരി വെള്ളം ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് പുളി അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഒഴിക്കാനായിട്ട്. വിനാഗിരി വെള്ളം ഒഴിച്ചു നമ്മൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മളുടെ അരിഞ്ഞു വെച്ച നാരങ്ങ കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മളുടെ മഞ്ഞ നാരങ്ങ ഇവിടെ റെഡിയാകുന്നു. ഓക്കെ, അപ്പം നല്ലെണ്ണ ചൂടാക്കി കടുക് ഉലുവയൊക്കെ പൊട്ടിച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും, പച്ചമുളകും വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഉപ്പുപൊടി ചേർത്ത് വഴറ്റി വിനാഗിരി ചേർത്ത് നല്ല കുറുകി വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഈ നാരങ്ങ പൊടി അങ്ങ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മളുടെ നാരങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. അധികം കയ്പൊന്നും ഇല്ലാത്തൊരു നാരങ്ങ അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് നമ്മളുടെ മഞ്ഞ നാരങ്ങ അച്ചാർ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.